CUET എക്സാം എഴുതി BBA, BCom, BA എക്കണോമിക്സ് പോലെയുള്ള കൊമേഴ്സ് കോഴ്സുകൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പ് യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ്, എത്ര സീറ്റുകളാണ് ഓരോ യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തായിരിക്കണം CUET എക്സാമിൽ നിങ്ങൾ അപ്പിയർ ചെയ്യാൻ വേണ്ടി പോകുന്ന ടെസ്റ്റ് പേപ്പേഴ്സ് അല്ലെങ്കിൽ സബ്ജക്ട് കോമ്പിനേഷൻ എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാം BBA എന്ന് പറയുന്നത് പ്രൊഫഷണലി നിങ്ങൾ ബിസിനസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു കോഴ്സാണ്. ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അത് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം രാജ്യത്തെ തന്നെ ടോപ്പ് റാങ്കിങ്ങുള്ള യൂണിവേഴ്സിറ്റികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ NIRF നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് 10 കോളേജസും അതുപോലെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റി ആയിട്ട് വരുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. ഏകദേശം 90-ലധികം വരുന്ന 91ഓളം വരുന്ന കോളേജസ് ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി കൺട്രോളായിട്ട് നോർത്ത് സൗത്ത് ഓഫ് ക്യാമ്പസുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി കൺട്രോളായി വ്യത്യസ്ത കോളേജുകളിലായി നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്, അതുപോലെ തന്നെ BA ഹോണേഴ്സ് ബിസിനസ് എക്കണോമിക്സ് BBE, അതുപോലെ ബാച്ചിലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് BMS പോലെയുള്ള കോഴ്സസ് BBA സ്പെഷ്യലൈസേഷൻ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. എടാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കേരളത്തിൽ അത്രയ്ക്ക് പോപ്പുലർ അല്ല, പക്ഷെ നോർത്തിലോട്ടൊക്കെ പോകുന്ന സമയത്ത് BBA പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കോഴ്സാണ് BMS. നമ്മൾ ബിസിനസിനെ കുറിച്ച് പ്രൊഫഷണലി പഠിക്കുന്ന ഒരു കോഴ്സാണ് ബാച്ചിലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്നുള്ളത്. അപ്പം BMS ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, BBE ബാച്ചിലർ ഓഫ് BA ഹോണേഴ്സ് ബിസിനസ് എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ BBA ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി പറയുന്നത് നിങ്ങൾ BBA FIA ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ എഴുതിയിരിക്കേണ്ടുന്ന പേപ്പേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആയിരിക്കും. നിങ്ങൾക്കറിയാം CUET എക്സാമിൽ 3 സെക്ഷനാണുള്ളത്. സെക്ഷൻ 1 ലാംഗ്വേജ് ആണ്, അതിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷോ മലയാളം പോലെയുള്ള 13ഓളം റീജിയണൽ ലാംഗ്വേജസ് ആണ് വരുന്നത്. അതുപോലെ സെക്ഷൻ 2 എന്ന് പറയുന്നത് +2 NCERT, +1 ഇല്ല, +2 NCERT ബേസ് ചെയ്തുകൊണ്ടുള്ള സിലബസ് വരുന്ന, നിങ്ങളിപ്പം കൊമേഴ്സുകാരാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, അതുപോലെ തന്നെ സയൻസുകാരാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ ഹ്യൂമാനിറ്റീസുകാരാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, സോഷ്യോളജി, ജിയോഗ്രഫി, ജിയോളജി, സൈക്കോളജി, മാസ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ പല പേപ്പേഴ്സ് വരുന്നുണ്ട്. ഡൊമൈൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് 23ഓളം വരുന്ന +2 NCERT ബേസ് ചെയ്തുകൊണ്ടുള്ള ടോപ്പിക്സ് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന പേപ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ സെക്ഷൻ 3 എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഒരാൾക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് 5 പേപ്പേഴ്സ് ആണ്. ഇതിലുള്ള ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജും 3 ഡൊമൈനും ജനറൽ ടെസ്റ്റും എടുക്കുക എന്നുള്ളതാണ്. അപ്പം BBAയിലോട്ട് വരുന്ന സമയത്ത് എന്തായിരിക്കും മാക്സിമം യൂണിവേഴ്സിറ്റികളിലോട്ട് വേണ്ടുന്ന ഒരു സബ്ജക്ട് കോമ്പിനേഷൻ, മാക്സിമം യൂണിവേഴ്സിറ്റികളിലോട്ട് BBA കോഴ്സ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ക്വാളിഫൈ ചെയ്യുന്ന രൂപത്തിൽ എന്തായിരിക്കും ഒരു ഐഡിയൽ ആയിട്ടുള്ള സബ്ജക്ട് കോമ്പിനേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റികളുടെയും നോക്കാം, അവസാനം നിങ്ങൾ മാക്സിമം യൂണിവേഴ്സിറ്റികളിലോട്ട് ക്വാളിഫൈ ചെയ്യുന്ന രീതിക്ക് അഡ്മിഷൻ ലഭിക്കാവുന്ന രീതിയിൽ ഏത് സബ്ജക്ട് കോമ്പിനേഷൻ ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്, ഏത് ടെസ്റ്റ് പേപ്പേഴ്സ് ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ BBA FIA കോഴ്സിന് ഒരു ലാംഗ്വേജും, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ +2 മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം. അതുപോലെ എനി വൺ അതർ സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇവിടെ ലിസ്റ്റ് A, ലിസ്റ്റ് B എന്ന് പറഞ്ഞിട്ട് കുറച്ച് സംഗതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റ് B കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൊമൈൻ സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഒരു ലാംഗ്വേജും മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സും ഒരു സബ്ജക്റ്റ് ലിസ്റ്റ് Bയിലെ മറ്റൊരു ഡൊമൈൻ സബ്ജക്റ്റും അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി BBA FIA കോഴ്സിന് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഏകദേശം 197 കോളേജസ് ആണ്, 2 കോളേജുകളാണ് BBA FIA കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 197 കോളേജ് സീറ്റുകളാണ് ആകെയുള്ളത് ഈ ഒരു കോഴ്സിലോട്ട്. അതുപോലെ തന്നെ BA ഹോണേഴ്സ് ബിസിനസ് എക്കണോമിക്സ് ഒരു ലാംഗ്വേജ്, ലിസ്റ്റ് A എന്നുള്ള ഒരു ലാംഗ്വേജ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സ് എഴുതിയിരിക്കണം. ഡൽഹി യൂണിവേഴ്സിറ്റി പറയുന്നത് നിങ്ങൾ ഡൊമൈൻ സബ്ജക്റ്റ് ആയി ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകൾ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സ് നിങ്ങൾ +2 പഠിച്ചിരിക്കണം. അപ്പോൾ ഒരു ലാംഗ്വേജും മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സ് പ്ലസ് എനി വൺ അതർ സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B, ഒരു ഡൊമൈൻ സബ്ജക്റ്റും കൂടെ അതിനോടൊപ്പം ജനറൽ ടെസ്റ്റും എഴുതിയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ BMS കോഴ്സിന് ഡൽഹി യൂണിവേഴ്സിറ്റിയിലോട്ട് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയായിട്ട് നിങ്ങൾ ഒരു ലാംഗ്വേജ് എഴുതിയിരിക്കണം, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സ് നിങ്ങൾ പഠിച്ചിരിക്കണം +2. അതുപോലെ മറ്റൊരു ഡൊമൈൻ സബ്ജക്റ്റും കൂടെ ചൂസ് ചെയ്തിരിക്കണം, അത് +2 പഠിച്ചതായിരിക്കണം. പിന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കൂടെയാണ് വരുന്നത്. BA ഹോണേഴ്സ് ബിസിനസ് എക്കണോമിക്സിൽ ഏകദേശം 10 കോളേജുകളിലായി ആകെ 700 സീറ്റുകളാണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് 91ഓളം കോളേജസ് വരുന്നുണ്ട്. ഡൽഹി NCR നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന 91ഓളം വരുന്ന നോർത്ത് സൗത്ത് ഓഫ് ക്യാമ്പസുകൾ അടങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെ 10 കോളേജുകളിലായി ഏകദേശം
700 സീറ്റുകളാണ് BA ഹോണേഴ്സ് ബിസിനസ് എക്കണോമിക്സിന് വരുന്നത്. പിന്നെ ബാച്ചുലർ ഓഫ് BMS സ്റ്റഡീസിന് 9 കോളേജുകളിലാണ് ഈ കോഴ്സ് വരുന്നത്. 835 സീറ്റുകളാണ് 9 കോളേജുകളിലായിട്ട് ആകെ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ എക്സാമിന് ശേഷം നിങ്ങൾ യൂണിവേഴ്സിറ്റികളിലോട്ട് അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട്. നിങ്ങൾ റെഫർ ചെയ്യുക. ഈ ഒരു ലിസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ കമൻറ്റ് ബോക്സിൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിലായിട്ടോ നമ്മൾ എന്താ ഇട്ടിട്ടുണ്ടാവും, ഇതിൻ്റെ ഈ ഒരു PDF-ൻ്റെ ലിങ്ക്, കോഴ്സുകളുടെയും ലിസ്റ്റുകളുടെയും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. കാര്യം ഐഡിയൽ ആയിട്ടുള്ള സബ്ജക്ട് കോമ്പിനേഷൻ ഏതാണ് ഓരോ കോഴ്സിൻ്റെയും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ്, ഇതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകുന്ന സമയത്ത് സ്ട്രക്ചേർഡ് അല്ലാണ്ട് ഒരുപാട് ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് കോഴ്സുകളും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസും അതിൻ്റെ സീറ്റുകളും കണ്ടെത്താന്നുള്ളത്. നിങ്ങൾ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു PDF ആണ് ഇത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് BBA കോഴ്സ്. അതിൽ BBA FIA, അതുപോലെ തന്നെ BBE BA ഹോണേഴ്സ് ബിസിനസ് എക്കണോമിക്സ് ഉണ്ട്, ബാച്ചുലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് BMS ഉണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്നുള്ളത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അതിൻ്റെ മെയിൻ ക്യാമ്പസിലും അതുപോലെ തന്നെ ഓഫ് ക്യാമ്പസ് ആയിട്ടുള്ള കാരക്കൽ ക്യാമ്പസിലുമാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. BBA ഹോണേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിൻ ക്യാമ്പസിൽ, അതായത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസ് ആണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. കാരക്കൽ ക്യാമ്പസിലുള്ളത് അത്രയ്ക്ക് നല്ലതല്ല, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നതല്ല എന്ന് മനസ്സിലാക്കുക. മെയിൻ ക്യാമ്പസ് ആയിരിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഈ 4 വിഷയങ്ങൾ ഏതെങ്കിലും 3 വിഷയമാണ് നിങ്ങൾ CUT എക്സാമിൽ അപ്പിയർ ചെയ്തിരിക്കേണ്ടത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ 40 സീറ്റുകളാണ് BBA കോഴ്സിനായിട്ട്, BBA ഹോണേഴ്സ് കോഴ്സിനായിട്ട് വരുന്നത് മെയിൻ ക്യാമ്പസിൽ. അതുപോലെ തന്നെ അതിൻ്റെ ഓഫ് ക്യാമ്പസിൽ വരുന്നത് BBA ഹോണേഴ്സ് ബിസിനസ് സ്റ്റഡീസ് എന്നുള്ള പേപ്പറാണ് എഴുതേണ്ടത്. ഏകദേശം 30 സീറ്റുകളാണ് ഓഫ് ക്യാമ്പസിൽ വരുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ. 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് BBA LLB ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. LLB കോഴ്സാണ് മനസ്സിലാക്കുക, BBA LLB കോഴ്സാണ്, ആ കാര്യം മനസ്സിലാക്കുക. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇംഗ്ലീഷും ആണ്. അപ്പോൾ നിങ്ങൾ ലോ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലോയറൊക്കെ ആവാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്തു പോകാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു ഇൻ്റഗ്രേറ്റഡ് BBA MBA, BBAയും MBAയും ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള കോഴ്സിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയാം. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു ഇൻ്റഗ്രേറ്റഡ് BBA MBA കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും, ഒന്നുകിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ്, അല്ലെങ്കിൽ കെമിസ്ട്രി, EVS, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ബയോളജി, ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ എഴുതിയാൽ മതി എന്നുള്ളതാണ്. അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക BBA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല യൂണിവേഴ്സിറ്റിയാണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഏകദേശം 30ഓളം സീറ്റുകളാണ് CUK സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിൽ വരുന്നത്. അതുപോലെ മധ്യപ്രദേശിലുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി BBA കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BBA ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഹോണേഴ്സ് വിത്ത് റിസർച്ച് 4 വർഷത്തെ പ്രോഗ്രാമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് ആയിരിക്കും നിങ്ങൾ എഴുതിയിരിക്കേണ്ടത്. അതുപോലെ BBA ടൂറിസം മാനേജ്മെന്റ് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സും IGNTU ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾ ഒന്നുകിൽ ജനറൽ ടെസ്റ്റോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസോ ആണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾ നേരത്തെ പറഞ്ഞുള്ള BBA ഹോണേഴ്സ് പ്രോഗ്രാമിന് 60 സീറ്റുകളും 38 സീറ്റുകളാണ് BBA ടൂറിസം മാനേജ്മെന്റിനും IGNTU പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ തൊട്ടടുത്തായിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BBA ഹോണേഴ്സ് മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4 ഇയർ BBA ഹോണേഴ്സ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ പേപ്പറുകളാണ് എഴുതേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എത്ര സീറ്റുകളാണെന്നുള്ളത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് BBA പ്ലസ് MBA എന്നുള്ള സ്വഭാവത്തിൽ ഡിഗ്രിയും BBAയും MBAയും ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള കോഴ്സാണ്. അത് ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും എനി വൺ ഡൊമൈൻ സബ്ജക്റ്റുമാണ് പറയുന്നത്. 60 സീറ്റുകളാണ് വരുന്നത്. അതുപോലെ നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി നല്ല ക്യാമ്പസാണ്. ഇംഗ്ലീഷ്, ബിസിനസ് സ്റ്റഡീസ്, അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷും, അതുപോലെ ഒന്നുകിൽ ബിസിനസ് സ്റ്റഡീസോ അല്ലെങ്കിൽ ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ആണ് എഴുതേണ്ടത്. 40 സീറ്റുകളാണുള്ളത്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി BBA കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഡൊമൈൻ സബ്ജക്റ്റാണ് നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്തിരിക്കേണ്ടത്. ഡോക്ടർ ഹരിസിംഗ് ഗൗർ വിശ്വവിദ്യാലയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് BBA കോഴ്സ്. ഒന്നുകിൽ ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ, അതിനോടൊപ്പം ബിസിനസ് സ്റ്റഡീസും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമാണ് നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്യേണ്ടത്. അതുപോലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പെട്രോളിയം ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് BBA കോഴ്സ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് എഴുതേണ്ടത്. നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി BBA 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് BBA MBA പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ടൻസി അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ എക്കണോമിക്സ്
അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ മാസ് മീഡിയ, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റ് ആണ് നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്യേണ്ടത്. ഏകദേശം 35-ലധികം വരുന്ന സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ്, BBA ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്യേണ്ടത്. ഏകദേശം 40 സീറ്റുകളാണ് വരുന്നത്. എടാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു കൊമേഴ്സിൽ BBA കോഴ്സ് എടുക്കാൻ വിചാരിക്കുന്ന, CUT എക്സാം എഴുതാൻ വിചാരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, ലാംഗ്വേജ് എഴുതിയിരിക്കണം. അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടില്ല. കാര്യം അവിടെ +2 മാത്തമാറ്റിക്സ് സബ്ജക്ട് കോമ്പിനേഷൻ ആയിട്ടുള്ള കൊമേഴ്സുകാരാണെന്നുണ്ടെങ്കിൽ സീറ്റ് കിട്ടുള്ളൂ. കാര്യം മാത്തമാറ്റിക്സ് നിർബന്ധമാണ്, ഡൊമൈനിൽ വരുന്ന മാത്തമാറ്റിക്സ്. കാര്യം ഡൽഹി യൂണിവേഴ്സിറ്റി പറയുന്നത് നിങ്ങൾ +2 പഠിച്ചിരിക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കണം ഡൊമൈനായി ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ സയൻസ് വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ കൊമേഴ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളും ലാംഗ്വേജും ജനറൽ ടെസ്റ്റും എഴുതുക. അതുപോലെ തന്നെ ഈ പറയുന്ന ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ടൻസിയും മാക്സിമം യൂണിവേഴ്സിറ്റികളോട്ട് ക്വാളിഫൈ ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾ ആ ഒരു സബ്ജക്ട് കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുക. ഡെഫിനറ്റ്ലി വി വിൽ ആൻസർ ദാറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ 16ഓളം വരുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ട രാജ്യത്തിലെ ടോപ്പ് 5-ൽ വരുന്ന മറ്റു 2 യൂണിവേഴ്സിറ്റികളാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ, ന്യൂഡൽഹിയിലുള്ള ജാമിയ മില്ലിയ ഇസ്ലാമിയയും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും. ഈ യൂണിവേഴ്സിറ്റികൾ BBA കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ CUT എക്സാം മുഖേനയല്ല അഡ്മിഷൻ സ്വീകരിക്കുന്നത്. അവർ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് എക്സാമിനേഷൻ മുഖേനയാണ്. അത് സാധാരണ അലിഗഡിൻ്റെ എക്സാം ആണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് JDTയിൽ സെൻറ്റർ ഉണ്ടാവാറുണ്ട്. ഇനി ജാമിയൻ്റേതാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് എക്സാം അപ്പിയർ ചെയ്യണം. ചില സമയങ്ങളിൽ ഡൽഹിയിലും ചില സമയത്ത് കോഴിക്കോടും എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ടാവാറുണ്ട്. പ്രധാനപ്പെട്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 യൂണിവേഴ്സിറ്റികളും കൂടെയാണ്. ജാമിയയിലെ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് NIRF റാങ്കിങ്ങിൽ 25th or 27th വരുന്നതാണ്. ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒരു B സ്കൂൾ അറ്റ്മോസ്ഫിയർ കിട്ടുന്നതാണ്. ആ 2 യൂണിവേഴ്സിറ്റികളോട്ടുള്ള സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമുകളും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത്. ഏകദേശം സെയിം സിലബസ് ഒക്കെ തന്നെയാണ് വരുന്നത്, കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഭാഗങ്ങളും കൂടെ വരുന്നുണ്ട്. സ്റ്റിൽ അതും കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്ന് കൂടെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം BBA കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഏതാണ്, അതുപോലെ തന്നെ എന്തായിരിക്കണം സബ്ജക്ട് കോമ്പിനേഷൻ, എത്ര സീറ്റുകളാണ് ഓരോ യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെ ഓരോ യൂണിവേഴ്സിറ്റികളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളും കൂടെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കൊമേഴ്സിൽ തന്നെ BCom പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളും ഏതൊക്കെ സ്പെഷ്യലൈസേഷനാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തായിരിക്കണം സബ്ജക്ട് കോമ്പിനേഷൻ, എത്ര സീറ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങൾ ഡിഗ്രിക്ക് ശേഷം ഏകദേശം നിങ്ങൾ ഒരു +2 ഒക്കെ കഴിയുമ്പോൾ 17 അല്ലെങ്കിൽ 18 വയസ്സായിട്ടുണ്ടാവും. അപ്പം നിങ്ങളൊരു 21 വയസ്സിലൊക്കെ ലൈഫ് സെറ്റ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം തന്നെ ജോബിലോട്ട് എൻ്റർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, Big 4 പോലെയുള്ള KPMG, PwC, McKinsey പോലെയുള്ള Big 4 ഓഡിറ്റിംഗ് ആൻഡ് ടാക്സേഷൻ ഫേംസ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ചെയ്യും. ഏകദേശം 35 ലക്ഷം വരുന്ന ആനുവൽ സാലറി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഡൽഹി യൂണിവേഴ്സിറ്റി കണ്ടുള്ള ഒരു കോളേജാണ് ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് എന്നുള്ളത്. നിങ്ങളൊരു കൊമേഴ്സ് വിദ്യാർത്ഥിയാണ്, BCom ആണ് നിങ്ങളുടെ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യേണ്ടുന്ന നമ്പർ 1 പ്രിഫറൻസ് ആണ് SRCC ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് എന്നുള്ളത്. 900 സീറ്റുകളാണുള്ളത്. കഴിഞ്ഞ വർഷം 3 മലയാളികൾക്ക് മാത്രമാണ് സീറ്റ് കിട്ടിയത് എന്ന് ആലോചിക്കുക. വളരെ ക്രീമായിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ക്യാമ്പസാണ് SRCC എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ബാച്ചുകളിലായിട്ടാണ് 900 വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അപ്പം അതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ്, നിങ്ങളുടെ ഫോക്കസ് എന്നുള്ളത് SRCC ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു കോളേജാണ് SRCC കഴിഞ്ഞാൽ നമുക്ക് ഹൻസ്രജ് വരുന്നുണ്ട്, രാംജാസ് വരുന്നുണ്ട്, ഇതുപോലെയുള്ള കോളേജസ് എന്നുള്ളത്. അപ്പോൾ ഈ കോളേജസ് ആയിരിക്കണം നിങ്ങളുടെ ഫോക്കസ് എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കുക. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ബാക്കി സാധാരണ നമുക്ക് ജോബിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന SRCCയിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി കഴിയുന്നതിന് മുമ്പ് തന്നെ ക്യാമ്പസിലോട്ട് കമ്പനീസ് വരികയും റിക്രൂട്ട് ചെയ്യുകയും നിങ്ങൾക്ക് പ്ലേസ്ഡ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ നിങ്ങൾ BCom ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ ഒക്കെ ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ലൈബ്രറിയും റീഡിംഗ് റൂമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡിഗ്രി പഠിക്കുന്നതിനോടൊപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്കും
കൂടെ CS ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ACC പേപ്പേഴ്സോ കംപ്ലീറ്റ് ചെയ്തിട്ട് ഡിഗ്രി കഴിയുന്നതോടുകൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതും വലിയ ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ കൊമേഴ്സുകാരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും BCom ആണ് താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ SRCC നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ SRCCക്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി കണ്ടറിലുള്ള ഏകദേശം 55ഓളം കോളേജസ് BCom ഹോണേഴ്സ് പ്രോഗ്രാമും ഏകദേശം 44ഓളം കോളേജുകൾ BCom പ്രോഗ്രാമുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 11,226 സീറ്റുകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റി BCom ഹോണേഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. BCom പ്രോഗ്രാമിൽ ഹോണേഴ്സും പ്രോഗ്രാമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഹോണേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കും, സിലബസ് ഒന്നും കൂടെ ഡെപ്തിലായിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ BCom പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഡെപ്ത് ഉണ്ടാവില്ല, നമ്മൾ ഒന്നുകൂടെ പെരിഫറൽ ആയിട്ടായിരിക്കും പഠിച്ചു പോകുക, അതാണ് വ്യത്യാസം. അതുപോലെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിയും PGയും ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള കോഴ്സിനെയാണ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറയുക. ഈ രണ്ട് വ്യത്യാസങ്ങളും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി BCom ഹോണേഴ്സും BCom പ്രോഗ്രാമും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു BCom ആസ്പിരൻ്റ് ആണെന്നുണ്ടെങ്കിൽ കൊമേഴ്സിൻ്റെ BComൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് SRCC. അതായിരിക്കണം നിങ്ങളുടെ പ്രിഫറൻസ്. ഹൻസ്രജ് കോളേജ് ആയിരിക്കണം, അതുപോലെ തന്നെ രാംജാസു ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളതിൻ്റെ ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ ഓരോ കോഴ്സുകളുടെയും പ്രിഫറൻസ് ലിസ്റ്റിൻ്റെ PDF ഉണ്ട്. അതും ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, അതിൽ ജോയിൻ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BCom ഹോണേഴ്സ് ആണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ +2 ഒന്നുകിൽ ലാംഗ്വേജ് എന്നൊരു സബ്ജക്റ്റ്, അതിനൊപ്പം മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ ഡൊമൈൻ സബ്ജക്റ്റുകൾ, നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള 2 സബ്ജക്റ്റുകൾ ഡൊമൈൻ ആയിട്ട് എടുക്കണം. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഇനി ആ ഓപ്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാം, സബ്ജക്ട് കോമ്പിനേഷൻ. അതായത് ഒരു ലാംഗ്വേജ്, അതുപോലെ തന്നെ അക്കൗണ്ടൻസി, അതുപോലെ അതിനൊപ്പം നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള 2 സബ്ജക്റ്റുകളും കൂടെ ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ BCom ആണ് നിങ്ങൾ, BCom പ്രോഗ്രാം ആണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ലാംഗ്വേജ് നിങ്ങൾ എടുത്തിരിക്കണം. അതുപോലെ തന്നെ എനി 3 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B, നിങ്ങൾ ഡൊമൈൻ സബ്ജക്റ്റുകളിൽ നിന്ന് ഏതെങ്കിലും 3 ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A, എനി 1 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതുപോലെ തന്നെ ഒരു ലാംഗ്വേജും അതുപോലെ തന്നെ ഒരു ഡൊമൈനും ജനറൽ ടെസ്റ്റും, ഈ ഒരു രീതിക്കും നിങ്ങൾ ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ BCom ഹോണേഴ്സ് പ്രോഗ്രാമിൽ ഡൽഹി യൂണിവേഴ്സിറ്റി 11,226 സീറ്റുകളാണ് 55 കോളേജുകളിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ 44 കോളേജുകളിലായിട്ട് 7,612 സീറ്റുകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റി BCom പ്രോഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റും അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ മെയിൻ ക്യാമ്പസിൽ BCom ഹോണേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്, നല്ല മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അക്കൗണ്ടൻസി അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് നിങ്ങൾ CUET എക്സാമിൽ എഴുതേണ്ടത്. ഏകദേശം ഇൻക്ലൂഡിങ് ബോത്ത് ക്യാമ്പസ്, ഓഫ് ക്യാമ്പസും മെയിൻ ക്യാമ്പസും വരുന്നുണ്ട്. ടോട്ടൽ 40 സീറ്റുകളാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള BCom ഹോണേഴ്സ് ഫൈനാൻഷ്യൽ അനലിറ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫൈനാൻഷ്യൽ അനലിറ്റിക്സിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇംഗ്ലീഷ്, അതിൻ്റെ ഒപ്പം അക്കൗണ്ടൻസി അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതായത് ഒന്നുകിൽ ഇംഗ്ലീഷും അതിൻ്റെ ഒപ്പം അക്കൗണ്ടൻസിയോ എക്കണോമിക്സോ ബിസിനസ് സ്റ്റഡീസോ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് പെരിയയിലാണ് വരുന്നത്. അപ്പം ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിലുള്ള ഏക സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നിങ്ങൾക്ക് BCom ഹോണേഴ്സ് ഫൈനാൻഷ്യൽ അനലിറ്റിക്സ് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് BCom ഹോണേഴ്സ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത് ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. 40 സീറ്റുകളാണുള്ളത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ 60 സീറ്റുകളാണ് വരുന്നത് ഫൈനാൻഷ്യൽ അനലിറ്റിക്സിൽ. അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ ഉണ്ട്, 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് BCom MCom പ്രോഗ്രാമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അക്കൗണ്ടൻസി അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടൻസിയാണ് നിങ്ങൾ എഴുതേണ്ടത്. 20 സീറ്റുകളാണ് വരുന്നത്. അതുപോലെ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശ് BCom ഹോണേഴ്സ് ഹോണേഴ്സ് അല്ലെങ്കിൽ റീസേർച്ച് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4 വർഷത്തെ പ്രോഗ്രാമാണ്. നിങ്ങൾ കൊമേഴ്സ് സബ്ജക്റ്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. 30 സീറ്റുകളാണുള്ളത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീർ ഉണ്ട്, BCom ഹോണേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ജനറൽ ടെസ്റ്റ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ് BCom ഹോണേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ടൻസി അതുപോലെ തന്നെ
അതിനൊപ്പം എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സ് പ്ലസ് ബിസിനസ് സ്റ്റഡീസും കൂടെയാണ് നിങ്ങൾ എഴുതേണ്ടത്. 35 സീറ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി IGNTU BCom ഹോണേഴ്സ് ഓർ റിസർച്ച് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ എക്കണോമിക്സ്, ഈ 4 സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി. 38 സീറ്റുകളാണ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ മൗലാന നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി മാനു, ഹൈദരാബാദിലുള്ള വൺ ഓഫ് ദ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. BCom ഹോണേഴ്സ് അല്ലെങ്കിൽ റിസർച്ച് പ്രോഗ്രാം അല്ലെങ്കിൽ ഡുവൽ മേജർ ആണ് മാനു പ്രൊവൈഡ് ചെയ്യുന്നത്. ഉറുദു ലാംഗ്വേജിൽ ഉറുദുവും അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ആണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾ മാനു ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഉറുദു ലാംഗ്വേജും കൂടെ, ഉറുദു ലാംഗ്വേജിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഉറുദു ലാംഗ്വേജും കൂടെ നിങ്ങൾ പഠിച്ചു പോകേണ്ടി വരും. 60 സീറ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ് BCom പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ഓർ ഹിന്ദി ആണ് നിങ്ങൾ ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അതിനൊപ്പം ഒരു ഡൊമൈനാണ് എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഈ പറയപ്പെടുന്ന ഡൊമൈൻ സബ്ജക്റ്റുകളിൽ അങ്ങനെ ടോട്ടൽ 723 സീറ്റുകളാണ് അലഹബാദ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു? BBA പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളും സ്പെഷ്യലൈസേഷനും അതുപോലെ തന്നെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ചൂസ് ചെയ്യേണ്ടത്, എത്ര സീറ്റുകളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ ഏതാണ്, അതൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ നമ്മൾ BCom നോക്കി. നിങ്ങൾ BCom ചൂസ് ചെയ്യുന്നവരാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് SRCC ആണ്. നിങ്ങളുടെ ലൈഫ് മാറി മറിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ BCom ആസ്പിരന്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ മിസ് ഔട്ട് ചെയ്യാണ്ടിരിക്കേണ്ടുന്ന ഒരു 2 യൂണിവേഴ്സിറ്റികളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജാമിയ മില്ലിയ ഇസ്ലാമിയും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും. രണ്ടും സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ആണ്. കേരളത്തിൽ സെൻറ്റർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജാമിയക്കും അലിഗഡും കൂടെ CUETക്ക് ഒപ്പം പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു എക്സാമിൻ്റെ ആ ഒരു ടൈമിലൊക്കെ തന്നെയാണ് ഏകദേശം ജാമിയൻ്റെയും അലിഗഡിൻ്റെയും നമുക്ക് എക്സാമിനേഷൻ വരിക. ക്ലാഷ് ആവാറില്ല, നമുക്കൊരു ഡേറ്റ്, ആ ഒരു ഡേറ്റിൽ തന്നെയാണ് നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റിൽ തന്നെയാണ് വരാറുള്ളത് എന്ന് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം BCom നോക്കി, BBA നോക്കി. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താടാ? ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് BA ഹോണേഴ്സ് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് നമുക്ക് നോക്കാം. ഇവിടെ കാണുന്ന പോലെ തന്നെ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൾട്ടി ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ലോകപ്രശസ്തരായിട്ടുള്ള അധ്യാപകന്മാരും ഇന്ത്യയിൽ നിങ്ങൾക്ക് ബെസ്റ്റ് കിട്ടാവുന്ന ഏറ്റവും മികച്ച അധ്യാപകന്മാരും ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചറും ഏറ്റവും മികച്ച ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയും പിയർ ഗ്രൂപ്പുമാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. എല്ലാ റാങ്കിങ് ഫ്രെയിംവർക്കിലും ഏറ്റവും മുൻപന്തിയുള്ള യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ BA ഹോണേഴ്സ് എക്കണോമിക്സ് ഡൽഹി യൂണിവേഴ്സിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് കാര്യമില്ല. കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയിട്ട് നിങ്ങളുടെ സബ്ജക്ട് കോമ്പിനേഷൻ മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കണം. നിങ്ങൾ +2 മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ലാംഗ്വേജ് അതിനൊപ്പം മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ +2 പഠിച്ചിട്ടുള്ള 2 ഡൊമൈൻ സബ്ജക്റ്റുകളും കൂടെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. 40 കോളേജുകളിലായി ആകെ 3145 സീറ്റുകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ഔട്ട് ചെയ്യരുത്. കാര്യം ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടെ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ മാക്സിമം 60 to 70 സീറ്റുകളാണ് ഓരോ പ്രോഗ്രാമുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റികളിൽ 3000-ലധികം സീറ്റുകളാണ് BA ഹോണേഴ്സ് എക്കണോമിക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ +2 നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതിനോടൊപ്പം +2 പഠിച്ചിട്ടുള്ള 2 ഡൊമൈൻ സബ്ജക്റ്റും ഒരു ലാംഗ്വേജും കൂടെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ലാംഗ്വേജ് എപ്പോഴും തന്നെ ചൂസ് ചെയ്യുക, ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക ആ കാര്യത്തിൽ. പിന്നെ അതുപോലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ബാച്ചിലർ ഹോണേഴ്സ് ഇൻ എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ് ആണ് ചൂസ് ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് GATും കൂടെ എഴുതണം. 60 സീറ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് നല്ല ഓപ്ഷനാണ്. എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം, നല്ല ക്യാമ്പസ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഏകദേശം ഏറ്റവും വലിയ വിസ്തീർണതയിലുള്ള ഒരു ക്യാമ്പസ് ആണ്. നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്, നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റി ആണ്, നല്ല അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ ഇൻ്റഗ്രേറ്റഡ് BAയും അതുപോലെ തന്നെ MAയും ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള കോഴ്സാണ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഫീസും ഭയങ്കര അഫോർഡബിൾ ആണ് ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും പോലെ തന്നെ. അപ്പോൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇംഗ്ലീഷുമാണ് നിങ്ങൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. പക്ഷേ നോക്കടാ, 17 സീറ്റുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രിഫറൻസ് എന്ത് തന്നെ ആയിരിക്കാം, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ നിർബന്ധമായിട്ടും ഡൽഹി യൂണിവേഴ്സിറ്റി മിസ് ഔട്ട് ചെയ്യരുത്. കാര്യം ഏറ്റവും കൂടുതൽ സീറ്റുകൾ നിങ്ങളുടെ പ്രോബബിലിറ്റി കിടക്കുന്നത്, കിട്ടാൻ സാധ്യത കിടക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ
നിങ്ങൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, BA ഹോണേഴ്സ് എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, എക്കണോമിക്സ് ആണ് പേപ്പറായിട്ട് എഴുതേണ്ടത്, 40 സീറ്റുകളാണ് വരുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് BSc ഹോണേഴ്സ് എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് എഴുതേണ്ടത്, 25 സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ വരുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് UG PG ഇൻ എക്കണോമിക്സ്, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ്. UG BA എക്കണോമിക്സും MA എക്കണോമിക്സും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ് വരുന്നത്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് GAT ആണ് എഴുതേണ്ടത്, 20 സീറ്റുകളാണ് വരുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് BSc MSc എക്കണോമിക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, ഈ 3 വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയമാണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്. 40 സീറ്റുകളാണ് വരുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ വരുന്നുണ്ട്, BA ഹോണേഴ്സ് എക്കണോമിക്സ് ആണ്, GAT ആണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്, 35 സീറ്റുകളാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കുന്ന സമയത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ് ഉണ്ട്, BA ഹോണേഴ്സ് എക്കണോമിക്സ് ആണ്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക BA എക്കണോമിക്സ് വരുന്നുണ്ട്. ജാർഖണ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സ് അല്ലെങ്കിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതണം. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ GAT ആണ് എഴുതേണ്ടത്. പിന്നെ IGNTU പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BA എക്കണോമിക്സ് ഹോണേഴ്സ് അല്ലെങ്കിൽ റീസെർച്ച് ആണ്, 4 വർഷത്തെ പ്രോഗ്രാം ആണ്. നിങ്ങൾക്കറിയാം ഇപ്പം മുഴുവൻ ഡിഗ്രീസും എന്തായിട്ടുണ്ട്, NEP ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരം എന്തായിട്ടുണ്ട്, അത് 4 വർഷത്തെ പ്രോഗ്രാം ആയിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ എക്സിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ആയിരിക്കും. സെക്കൻഡ് ഇയറിൽ എക്സിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിപ്ലോമ കോഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളിപ്പം തേർഡ് ഇയറിൽ എക്സിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹോണേഴ്സ് പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടില്ല, സാധാ ഒരു ഡിഗ്രി കിട്ടും. നിങ്ങൾ 4th ഇയറിലാണ് നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹോണേഴ്സ് ബിരുദമായിരിക്കും കിട്ടുക. ഇനി 4th ഇയറിൽ തന്നെ നിങ്ങൾ 75% എബോവ് CGPA നിങ്ങൾ സ്കോർ ചെയ്തിട്ടാണ് നിങ്ങൾ പാസ് ഔട്ട് ആവുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ PG ചെയ്യാതെ ഡയറക്റ്റ്ലി റിസർച്ചിലോട്ട് പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ BA ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള സ്വഭാവത്തിലുള്ള ഡിഗ്രി ആയിരിക്കും നിങ്ങൾ കിട്ടുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, BA ഹോണേഴ്സ് അല്ലെങ്കിൽ റിസർച്ച് എക്കണോമിക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾ എക്കണോമിക്സ് ഫോക്കസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ല, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. പൂനെയിലുള്ള ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്സിനും എക്കണോമിക്സിനും ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല യൂണിവേഴ്സിറ്റിയാണ്. BSc പ്രോഗ്രാമുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. BSc ഹോണേഴ്സ് എക്കണോമിക്സ്, BSc ഹോണേഴ്സ് എക്കണോമിക്സ് ഇൻ ഡാറ്റ സയൻസ്, അതുപോലെ തന്നെ BSc എക്കണോമിക്സ് ലോ 4 ഇയേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് അസീം പ്രേംജി യൂണിവേഴ്സിറ്റി എന്നുള്ളത്. ഇതിവിടെ കൊടുക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസീം പ്രേംജി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈനാൻഷ്യലി നീഡി ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 100% സ്കോളർഷിപ്പോട് കൂടെ ഫുഡും മെസ്സും ഹോസ്റ്റൽ ഫെസിലിറ്റി അടക്കം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അസീം പ്രേംജി യൂണിവേഴ്സിറ്റി. സാധാരണ ഇത് പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് PGക്ക് വേണ്ടിയിട്ടാണ് പ്രിഫർ ചെയ്യാറുള്ളത്. സ്റ്റിൽ എക്കണോമിക്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ BA ഹോണേഴ്സ് എക്കണോമിക്സ് പ്രോഗ്രാമാണ്. നിങ്ങൾ ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഒരു ലാംഗ്വേജും കൂടെയാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. 40-ലധികം വരുന്ന സീറ്റുകളാണുള്ളത്. ഓരോ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകളും കൂടെ കൊടുത്തിട്ടുണ്ട്. എക്കണോമിക്സിലും ഇതുപോലെ തന്നെ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്ത 2 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയയും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും. ജാമിയ മില്ലിയ ഇസ്ലാമിയിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ അടക്കം അതിലെ ഡീൻ അടക്കം HOD അടക്കം മലയാളികളാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലോട്ടുള്ള ഒരു എക്സ്പോഷറാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അത് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ആണ്, അതിനും കൂടെ നിങ്ങൾ അപ്പിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ BBA പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളും അതിൻ്റെ സ്പെഷ്യലൈസേഷൻസും ഏതൊക്കെ സബ്ജക്റ്റുകളാണ് വേണ്ടത്, അതുപോലെ തന്നെ എത്ര സീറ്റുകളുണ്ട് എന്നുള്ളത് നോക്കി, അതുപോലെ BComൻ്റെയും എക്കണോമിക്സിൻ്റെയും നമ്മൾ നോക്കി. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, വി വിൽ ഡെഫിനറ്റ്ലി ആൻസർ ഫോർ ദാറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പ് ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. CUT ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഓരോ അപ്ഡേഷൻസ് വരുന്ന അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.